നമ്മളെ പറ്റിയ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കും. മോനെ തടിക്കച്ചവടം എന്ന് പറഞ്ഞാൽ മരപ്പണിയല്ലല്ലോ, മരപ്പണി. ഒരു സെക്കൻഡ്, ഇതെന്താ? കച്ചവടത്തിന് തടിക്കച്ചവടം മരക്കച്ചവടത്തിന് രണ്ടും ഒന്നാണ്. മനസ്സിലായി? അപ്പൊ എന്തായാലും ഇവിടെ ഈ വേഷത്ത് വന്നതിന്റെ കാര്യം മോനെ ഇവിടെ വന്നത്, നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോ നമ്മുടെ രണ്ട് ഫ്രണ്ട് നസീരും അഷറഫ് അവര് നമ്മളെ കണ്ട പറഞ്ഞ്, അല്ല ഇക്ക നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മള് അതൊരു രഹസ്യം, അത് പറയാം. ഇവരുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറാം. അപ്പൊ ഇവര് പറഞ്ഞു ഇവരെന്താ അബുദാബിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അതാണ് ഈ പ്രോഗ്രാം. അതെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇക്കയ്ക്ക് അതിനകത്ത് വരണമെന്നുള്ള ഇക്കയ്ക്ക് വന്നിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, കാരണം നമുക്ക് ഈ ആൾക്കാരെയൊക്കെ ആൾക്കാരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അല്ല, കണ്ടു കഴിഞ്ഞു പോകാം. അതല്ല പിന്നെ അങ്ങനെ നമ്മള് വന്നതിന് വേറൊരു വലിയ അടുത്ത് വന്നാണ് എന്താണ് മോനെ, നമ്മുടെ ഒരു ബന്ധു ഇവിടെ ഉണ്ട്. ആരാ ബന്ധു? മോനെ ഇവിടെ ഈ യുനു സൂപ്പർ മാർക്കറ്റ് അറിയില്ലൊക്കെ പറഞ്ഞു യൂസഫ് അലിക്ക നമ്മുടെ ബന്ധുവാണ്, അടുത്ത ബന്ധു. ഇവിടെ ബന്ധുവാ? ആദ്യം പറയാ നമ്മുടെ ബന്ധുവാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ നമുക്ക് ബന്ധം പറഞ്ഞുതരാം. നിങ്ങളല്ലേ സ്ഥിരമായിട്ട് അവിടെ നിന്നല്ലേ സാധനം വാങ്ങുന്നത്? ആ ബന്ധമല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മള് അവിടെ ചെന്ന് ലുലു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവരെ ഇവിടെ ഇരിക്കുന്നവരെല്ലാരും യൂസഫ് അലിക്കാരുടെ ബന്ധുക്കളായിരിക്കണം, എല്ലാവരും അവിടെ തന്നെ വാങ്ങിക്കണത്. നിങ്ങള് വലിയ വ്യക്തിയുടെ ബന്ധുവാണ്, പക്ഷെ ഇവിടെ എന്താ നിങ്ങളുടെ റോള്? മോനെ ആ ബന്ധം എനിക്കറിയാം. അതായത് യൂസഫ് അലിക്കാരുടെ ഭാര്യ, ഭാര്യയുടെ മാമന്റെ അനിയത്തിയുടെ മകളുടെ മകന്റെ മകളുടെ 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 മകൾ അത്ര ദൂരമുണ്ട്. പിന്നെ നമ്മള് താമസിക്കുന്ന തൃശ്ശൂര് നമ്മുടെ വീടിനടുത്തുള്ള റാഫിക്കയുടെ മകന്റെ 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 മകൻ മകനും മകളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട് താമസിക്കുന്നതിന് തൊട്ടടുത്താണ്. ഇതാണ് നമ്മുടെ ബന്ധം. ദൂരമില്ലാത്ത ബന്ധം. ഇവിടെ വന്ന് എന്താണ് ഇവിടെ വന്ന കാര്യം പറയും. ഇവിടെ വന്ന പാട്ട് പാടാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നല്ല പാട്ടുകാർ ഇവിടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി നിൽക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലൊരാൾക്ക് ഇവര് പാട്ട് പാടാൻ അവസരം തരുമെന്ന്? അല്ല പടച്ചോനെ, നമുക്കൊരു പാട്ട് പാടിക്കൂടെ? നമ്മളൊരു പാട്ട് പാടിയെന്ന് അത് എനിക്ക് തോന്നുന്നില്ല ഇവര് സംഭവിക്കുന്നു. അങ്ങനെയാണ് പടച്ചോനെ. മാലയ്ക്ക് വസലാണ്. ഇവിടെ ഇരുന്നാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം ഇങ്ങോട്ട് വിളിക്കും, നമ്മളങ്ങോട്ട് ഡയലോഗ് പറയില്ല. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പറയാണ്. ഇവിടെ നമ്മൾ ബ്ലാക്ക് അടിക്കില്ല. കൈയടിച്ച് വിളിക്കാം, കൈയടിച്ച് കൊടുക്കും. അപ്പൊ അല്ല അപ്പൊ പാട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാനേ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു കാര്യം ചോദിക്കണം. നമ്മളൊരു പാട്ട് പാടുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ, അല്ലെങ്കിൽ പാടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ചാണ്. പക്ഷെ പാടുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യമുണ്ട്. കാരണം ഇതിന്റെ അക്കംപ്ലൈൻസ് ഓർക്കസ്ട്ര ഞാൻ കൊണ്ടുവന്നില്ല. ഇവിടെ നമ്മൾ കേട്ടായിരുന്നു, വെളിയിൽ കേട്ടായിരുന്നു. ശശിയേട്ടുണ്ട് മോനെ മോനെ നമ്മള് പാട്ടാണ് പാടാം. അപ്പൊ അതിന് നമുക്ക് സംസ്കൃത പദ്ധതി, അപ്പൊ അതിന് നമുക്ക് ഒരു സഹായം. മോനെ നീ ഇതിലെല്ലാം അടിക്കുക. ഓർക്കസ്ട്ര എല്ലാവരും ഉണ്ട്. നമസ്കാരം. അപ്പൊ എന്തായാലും പാട്ട് നമുക്ക് കേൾക്കാം, നോക്കാം. അപ്പൊ എന്തായാലും നമ്മളൊരു പാട്ട് പാടണ്ട.
തോടി പിടിയോടവൾ കടം ഇമ്പമുള്ള അതിശയമാക്കും കുടുംബക്കണ്ണാൽ കൊഞ്ചിക്കരിച്ച വിട്ടുനോക്കും പൊൻകവിടവീതം നമ്മുടെ കളവളമോ മലപ്പൊന്നിടവിടവനെ ദർശനം കാണിക്കുന്ന സംഗീതധ്വനി രസമാക്കും കഴുത്തും കഴുത്തിട്ട് നമ്മള് പാട്ട് ഇതുപോലെ സുഖം. എന്തായാലും നമ്മുടെ ഇക്ക പറഞ്ഞ പോലെ തന്നെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ടുണ്ടോ? ആയിട്ടുണ്ടെങ്കിൽ നല്ല കേൾവി കൊടുക്കണം. അതിന്റെ മക്കളെ നമ്മൾ ഇനിയും വരും, നമ്മൾ പോവില്ല. അപ്പൊ എന്തായാലും പക്ഷേങ്കിൽ ഈ പാട്ട് പാടുക എന്നുള്ള നമ്മുടെ കൽപ്പിലൊരു ആശ, അത് നമ്മളങ്ങോട്ട് നിറവേറ്റും. ഇനി നമ്മൾ പാരും, പോയിട്ട് കറങ്ങിട്ടൊക്കെ വരട്ടെ. നമ്മള് ദുബായ് വന്നല്ലേ, അബുദാബിയൊക്കെ കറങ്ങി വരട്ടെ മക്കളെ. നമ്മള് പറയാം ഇടയ്ക്ക് ആ വില്ലൻ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനം, സ്നേഹ ഉപകാരം നൽകുന്നുണ്ട്. ആരാണ്? നമ്മുടെ നസീർ. ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നസീറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ബെസ്റ്റ് ഓട്ടോ പാർട്സ് നൽകുന്ന ഒരു അവരുടെ ഒരു സ്നേഹം. ഞാൻ പറഞ്ഞ ആൾ ഇങ്ങനെയാണ് നസീർ. ഇത് എന്റെ പ്രൊഡ്യൂസറാണ് നാട്ടിലെ. ഞാൻ അവന്റെ 2 പടം ചെയ്ത ആളാണ്. മിടുക്കനാണ്, വീട്ടും മിടുക്കൻ. നാട്ടിലെ പുലിയാണ്, പുൽപുലിയാണ്, യാതൊരു അംശമില്ല. അപ്പം ഈ ഓട്ടോ പാർട്സിന്റെ ആ ഒരു സ്നേഹോപഹാരം അത് നസീർ നൽകുകയാണ്. അതാണ് പറഞ്ഞ അപ്പൊ എന്തായാലും ഒക്കെ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നമ്മള് ഫോട്ടോയ്ക്ക് ഇങ്ങനെ നിന്നാ നമ്മളെ തോണ്ടി വിളിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഫോട്ടോയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓം വിളിച്ചെങ്കിലേ നമ്മള് ശരിയായി നിൽക്കുള്ളൂ. അതുവരെ നമ്മള് ശരിയാണ്. ഫോട്ടോ എടുത്ത് ശരി, നന്ദി. വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്റെ മലയാളി കുടുംബങ്ങൾ തന്നെ പറയാം, അവരുടെ മുമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത്, ഇതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന നസീർ, അൻസാർ, ഇവരൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ മുമ്പിൽ ഇരിപ്പുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും വരും, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം.